ഇന്ന് നമുക്ക് കോട്ട സാരീസിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പുതിയ പാറ്റേണിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പം ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കാണുന്നവർ ആ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അവർക്കും നമ്മൾ ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റയിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും 3 പേർക്ക് വീതമാണ് നമ്മൾ ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുന്നത്. അത് എല്ലാ മാസവും നമുക്കതുണ്ടായിരിക്കുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വരുന്നത് നമുക്ക് ബേബി പിങ്ക് ഷെയ്ഡാണ്. ബേബി പിങ്ക് ഷെയ്ഡിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് കണ്ടോ, അപ്പം നല്ല രസമുള്ള എംബ്രോയ്ഡറി വർക്ക് കേട്ടോ. ബേബി പിങ്കിൻ്റെ നല്ലൊരു ഷെയ്ഡുമാണ്. ഇത് നമുക്ക് സ്റ്റാർച്ച് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. നല്ല ക്വാളിറ്റിയുള്ള കോട്ട മെറ്റീരിയലാണ്. അതിനകത്തേക്കൂടെ കണ്ടോ ഇതേപോലെയാണ് എംബ്രോയ്ഡറി വർക്ക്. ബോർഡേഴ്സിലും ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വരും, ബോഡിയിലും ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് വരും. ഇതൊന്നും അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലും അല്ല. പ്ലീറ്റ് ചെയ്തൊക്കെ കൊടുത്താലും ഒക്കെ നല്ല ഭംഗിയാണ്. നമുക്കൊരു ചെറിയ ഫംഗ്ഷനോ പള്ളിയിലെ ചർച്ച് വെയർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ നല്ല സാരീസാട്ടോ. ഇതിൻ്റെ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇതേപോലെ ലോവർ ഹാഫിലാണ് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ഉണ്ടോ, ഇതേപോലെ ലോവർ ഹാഫിലാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട് സ്ലീവ് എൻഡിൽ ഈ ഒരു ക്രോഷ്യോ ലേസ് പാറ്റേണും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് എല്ലാ സാരീസും വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3650 ഇതിൻ്റെ റേറ്റ് വരുന്നത്. 3650 റേഞ്ചിൽ വരുന്ന കോട്ട സാരീസ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ്. നമുക്കിതൊന്നും സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല മെറ്റീരിയലാണ് കേട്ടോ. അടുത്തത് വരുന്ന അതിൻ്റെ ഓഫ് വൈറ്റ്. ഓഫ് വൈറ്റ് തന്നെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ ഞാനിപ്പോൾ കാണിച്ച അതേ പാറ്റേൺ തന്നെയാണ്. സാരിയുടെ എൻ പോർഷനിലും ഈ ഒരു ക്രോഷ്യോ ലേസ് പാറ്റേൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ഓഫ് വൈറ്റ് ടോണിൽ തന്നെ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക്. ബോത്ത് സൈഡ്സും നമുക്ക് ബോർഡേഴ്സും വന്നിട്ടുണ്ട്. 3650. പ്യുവർ വൈറ്റ് അല്ല കേട്ടോ, ഒരു ഓഫ് വൈറ്റ് ടോണാണ്. അടുത്തത് വരുന്നത് ഒരു സീ ഗ്രീൻ ടോൺ. എക്സാക്റ്റ് ഗ്രീൻ അല്ല, സീ ബ്ലൂ ആട്ടോ, ഗ്രീൻ അല്ല, ഒരു സീ ബ്ലൂ ഷെയ്ഡ്. അതും സെയിം പാറ്റേൺ തന്നെയാണ്. ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. നമുക്ക് ബ്ലൗസിൻ്റെ എൻ പോർഷനിലും ആ ഒരു ക്രോഷ്യോ ലേസ് പാറ്റേൺ വരും കേട്ടോ. അടുത്തത് വരുന്നത് ഇതൊരു അല്പം ഒരു പീച്ചും പിങ്കും കൂടെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡ്. സെയിം പാറ്റേൺ തന്നെ. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ഉടുക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. ഉണ്ടോ, കോട്ട മെറ്റീരിയലാണ്. ഇതിവിടെ കാണുമ്പോൾ അറിയാം, കോട്ട മെറ്റീരിയൽ ഉണ്ടോ. ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല, നമുക്ക് പ്ലീറ്റ് ചെയ്തൊക്കെ ഉപയോഗിക്കാം, അല്ലാതെ ഉപയോഗിക്കാം. സെയിം കളറിൽ വന്നിരിക്കുന്ന ബ്ലൗസ് പീസും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ കോട്ട സാരീസിലെ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. അപ്പോൾ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.